ഇത് നമ്മുടെ സ്കൂളിലും കോളേജിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കിടയിൽ ഒരു തിയറിയുണ്ട്. നമ്മുടെ പള്ളിയിലും +1, +2 അതേപോലെ തന്നെ ഹൈസ്കൂൾ പ്രായത്തിലുള്ള കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ധാരാളമായിട്ട് വന്നിട്ടുണ്ടാവുക. ഞാൻ അവരോടുകൂടിയാണ് പറയുന്നത്. അവർക്കിടയിലുള്ള ഒരു തിയറി എന്താന്ന് ചോദിച്ചാൽ, ഒരാണും പെണ്ണും, അന്യപുരുഷനും അന്യസ്ത്രീയും, ഒരാൺകുട്ടി ഒരു പെൺകുട്ടി ഒന്നിച്ച് തോളിൽ പിടിച്ച് നടന്നു പോകുന്ന ഒരു കാഴ്ച കണ്ടാൽ, അപ്പൊ അങ്ങനത്തെ കാഴ്ചകൾ വളരെ നിരവധിയാണ്. ബൈക്കിൽ ഒന്നിച്ചു പോകുന്നു 2-3 കുട്ടികൾ, ആണ ഏതാ പെണ്ണേതാന്ന് തന്നെ അറിയില്ല, കാരണം എല്ലാതും ഒരു വേഷമാണല്ലോ. ആ രീതിയിൽ പോകുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും. ഒരു മഴ പെയ്താൽ ഒരു കൊടയിൽ അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് നിന്ന് ചാരി തോള് പിടിച്ചു പോകുന്നത് കാണാം. ആ യൂറോപ്പൊന്നും പോണ്ട, നമ്മളെ ഈ അങ്ങാടി കൂടി നോക്കിയാൽ മതി. അപ്പൊ അത് നമ്മൾ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട്, മോളെ ഇത് ചെയ്യാൻ പാടുണ്ടോ, ഈ അവന്റെ കൂടെ നടക്കാൻ പാടില്ല, തോള് പിടിക്കാൻ പാടുണ്ടോ, അതെന്റെ ആരാ എന്ന് ചോദിച്ചാൽ അവർ തിരിഞ്ഞു നിന്ന് കണ്ട് പറയണ, വളരെ രണ്ടാളും ഒപ്പം പറയണ ഒരു സംഗതി ഉണ്ടല്ലേ, അത് നിങ്ങളെ കണ്ണിനാണ് കുഴപ്പം. ഞങ്ങൾ നിങ്ങളാ വിചാരിച്ച മാതിരിയുള്ള ബന്ധമൊന്നുമില്ല, നിങ്ങൾ ഫ്രണ്ട്സാണ്, ഞങ്ങൾ ബോയ് ഫ്രണ്ട്സാണ്, ഗേൾ ഫ്രണ്ട്സാണ്, ആൺ സുഹൃത്താണ്, പെൺ സുഹൃത്താണ്. കാമുകന്മാരെന്ന് പോലും ഉപയോഗിക്കൂല. എന്താ ഉപയോഗിക്കുക? ആൺ സുഹൃത്തും പെൺ സുഹൃത്തും. സുഹൃത്തുക്കളാണ്. നിങ്ങൾ സുഹൃത്തുക്കളായി നടക്കുന്നതിന് എന്താ കുഴപ്പം? നിങ്ങൾ ഈ ആളുകൾ, പ്രത്യേകിച്ച് ഇപ്പൊ ഈ താടിക്ക് വെച്ച മൗലവിമാരൊക്കെ ഉണ്ടല്ലോ, അവരെന്ത് കണ്ടാലും ഇങ്ങനെ നോക്കുള്ളൂ, ഇങ്ങനെ ന്യായീകരിക്കുള്ളൂ, ഇങ്ങനെ വ്യാഖ്യാനിക്കുള്ളൂ. ഇപ്പൊ കുറ്റക്കാരായി? ഇപ്പൊ കണ്ടോനും പറഞ്ഞോനും ഇല്ലേ കുറ്റക്കാർ? ഈ ചെയ്യുന്നവർക്കൊരു കുഴപ്പമില്ല. എന്നിട്ട് അവരാതും പറഞ്ഞുകൊണ്ട് തോളി പിടിച്ച് പിന്നെയും പോകും. ഇതൊന്നും ഒരു സർവ്വസാധാരണമായ ഒരു സംഗതിയായി മാറിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് നിങ്ങൾ ന്യായീകരിക്കുകയാണെങ്കിൽ എഴുതി വെച്ചോ, ഒരു സ്ത്രീയും പുരുഷനും, പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള കുട്ടികൾ, കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ എന്ത് ഫ്രണ്ട്സാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അത് വൈകാരികമാകും, അത് ലൈംഗികമായ ചേഷ്ടകളിലേക്ക് എത്തും, സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കും. അങ്ങനെ നിങ്ങൾക്കൊരു ആണും പെണ്ണും തൊട്ടുരുമി നടന്നിട്ട് ഒന്നും തോന്നണില്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്താ അറിയോ, നിങ്ങൾക്ക് എന്തോ ഒരു അസുഖമുണ്ട് എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കൊരു വികാരപ്രകടനമില്ല, ഒരു സംഗതി, പിന്നെ കല്യാണം കഴിച്ചാലും ശരിയാവില്ല. അങ്ങനെയാണ് അങ്ങനത്തെ ആൾക്കാർ. ഒരാണും പെണ്ണും ഒന്നിച്ചായാൽ, ഒറ്റക്കായി കഴിഞ്ഞാൽ വൈകാരികമായ സംഗതികൾ അവർക്ക് ഉണ്ടാവും. അത് മനുഷ്യനാണെങ്കിൽ ഉണ്ടാവും. അതുകൊണ്ടാണ് അത് വിവാഹം കഴിക്കണം എന്ന് പറയുന്നത്. അതുള്ളതുകൊണ്ട് ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ നിങ്ങൾ വിവാഹം കഴിക്കണം എന്ന് കൽപ്പിക്കാൻ കാരണം അതാണ്. ഇനി അതിന് നിങ്ങൾക്ക് കഴിയാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് നോൽക്കണം എന്ന് പറയാൻ കാരണം എന്താ? മനുഷ്യന്മാർക്ക് വികാരം ഉണ്ടാവും. അത് പിടിച്ചു നിർത്തണമെങ്കിൽ ഒന്നുകിൽ വിവാഹം കഴിക്കണം, അത് ലീഗലായിട്ട് എന്ത് ചെയ്യണം, ആ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ നോമ്പ് നോൽക്കണം എന്ന്. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ. അപ്പോഴും കളിയാക്കും, ഞങ്ങൾക്ക് അങ്ങനെ എന്തൊക്കെ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് ഉണ്ട്. എന്താ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഒന്നല്ല രണ്ടല്ല, ഓരോ ദിവസവും എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നമ്മളെ തൊട്ട് അടുത്ത പ്രദേശമാണല്ലോ തൊടിയപ്പൂരം എന്നുള്ള പ്രദേശം. അതൊരു വാർത്ത കേട്ടങ്ങൾ. എന്താ വാർത്ത? അതായത് +1 പഠിക്കുന്ന കുട്ടി, ആൺകുട്ടി, 9ാം ക്ലാസ്, അതേ സ്കൂളിൽ 9ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി. ആ പെൺകുട്ടിനെ ഒരു ദിവസം കാണാനില്ല. വീട്ടുകാർ അന്വേഷിച്ചു, രാത്രിയായി, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പിന്നെ ചോദിച്ചു നോക്കുമ്പോ എന്താ, തൊടിയപ്പുറത്ത് ആരുമില്ലാത്ത ആ റെയിൽവേ ക്രോസിന്റെ അടുത്ത് കാട്ടിൽ ഈ കുട്ടി മരിച്ചു കിടക്കുകയാണ്. സ്വാഭാവിക മരണമല്ല, കൈ രണ്ടും കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. ക്രൂരമായി ഈ കുട്ടിയെ ഇവൻ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്നിരിക്കുകയാണ്. അപ്പൊ ആ കുട്ടിയെ പിടിച്ചു. രണ്ടും 18 വയസ്സിന് താഴെ. ഞങ്ങൾ ലിവിങ് ടുഗദറാണ്. ഇതാ അതിന് വാക്ക്. ഒരു പ്രത്യേക, ഞങ്ങൾ ഉഭയകക്ഷി സമ്മതമാണ്, കൺസെന്റ് ഉണ്ടെങ്കിൽ എന്തുമാകാം. ഇതാണ് വേറെ ന്യായീകരണം. ഞാൻ എന്റെ പൊന്നു മക്കളോടാണ് പറയുന്നത്. അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞതാണ്, അള്ളാന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, എന്ത്? ആണും പെണ്ണും പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ ബൈനറികൾ നിങ്ങൾ പൊട്ടിച്ചാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ രക്ഷിതാക്കളുടെ മുമ്പിൽ നിങ്ങൾക്ക് ന്യായം പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും. അധ്യാപകരുടെ മുമ്പിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ തന്നെ അതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. ഇത് പെൺകുട്ടികൾ കേൾക്കുന്നുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെൺകുട്ടികൾ ശ്രദ്ധിക്കുക, നിങ്ങളാണ് ഇതിന്റെ ഏറ്റവും വലിയ പരിക്ക് അനുഭവിക്കുക. ആൺകുട്ടികളെക്കാൾ വലിയ പരിക്ക് പെൺകുട്ടികളാണ് അനുഭവിക്കുക. ഇസ്ലാം പറഞ്ഞോടത്താണ് നിൽക്കുകയാണെങ്കിൽ എന്ത് സുഖമുണ്ട്. റസൂലുള്ളാഹി വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഒന്ന്, നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികളെ താഴ്ത്തണം. അനാവശ്യമായ ഒരു പെണ്ണിനെയും ആണിനും നോക്കാൻ പാടില്ല.
അതിന്റെ അർത്ഥം എന്താ? ഒരു ആവശ്യത്തിന് നോക്കാനും പറയാനും പാടില്ല എന്നല്ല. ഒരു നോട്ടം നിങ്ങൾക്കാകാം, അതിന്റെ അർത്ഥം എന്താ? ആവശ്യത്തിന് നോക്കാം. അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ നോട്ടം എന്തില്ല, അത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പാടില്ല. വായിൽ നോക്കുക. സ്കൂളും കോളേജും വിട്ടാലും എന്താ ബസ് കയറി പോകാത്ത കുട്ടികൾ? ബസ് നാട്ടിലുള്ള ബസ് കിട്ടായിട്ടല്ല, അവിടെ നിൽക്കുകയാണ്. ഈ നോക്കാനായിട്ട് നിൽക്കുകയാണ്. അത് പാടില്ല എന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞാൽ എന്താ? ആണും പെണ്ണും ഒറ്റപ്പെടാൻ പാടില്ല. ഒരു മഹറമിന്റെ കൂടെയല്ലാതെ ഒരാണും പെണ്ണും അന്യപുരുഷനും അന്യ സ്ത്രീയും ഒറ്റക്കാകാൻ പാടില്ല. ആ ഒറ്റപ്പെടൽ ഇപ്പൊ നോക്കി നിങ്ങൾ ഏത് സ്കൂളിന്റെയും കോളേജിന്റെ അടുത്ത് നോക്കിയാൽ അവിടെയൊക്കെ ചില കാടുകൾ ഉണ്ടാവും, ഒഴിഞ്ഞ കെട്ടിടങ്ങൾ ഉണ്ടാവും. അവിടെയൊക്കെ ആ കോണിപ്പടികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കുക, ഈ കുട്ടികൾ ഇരിക്കുക, ക്ലാസ് കട്ട് ചെയ്തിട്ട് അവിടെ വന്നിരിക്കുക. നമ്മുടെ ദൃശ്യങ്ങൾ എത്ര കാണുന്നുണ്ട് നമ്മൾ? ആരെങ്കിലും കണ്ട അവർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രശ്നവും തോന്നുന്നില്ല. ഞാൻ പറയുന്നത് അങ്ങനെ തോന്നാത്ത ആളുകൾക്ക്, അങ്ങനെ വിശ്വാസമില്ലാത്ത ആൾക്കാർ, അവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നല്ല ഒന്നാം തരം വീടുകളിൽ നിന്ന്, ഇസ്ലാമിക വീടുകളിൽ നിന്ന് പോകുന്ന മുസ്ലിമായ വാപ്പാക്കും ഉമ്മാക്കും ജനിച്ച മക്കളോടാണ് ഞാൻ പറയുന്നത്. എന്ത് ന്യായമുണ്ട് ഇതിന്? അന്യ സ്ത്രീയുടെ തോളിൽ പിടിച്ച്, അന്യ പുരുഷന്റെ തോളിൽ പിടിച്ച് അങ്ങാടിയിലൂടെ കറങ്ങാൻ ഒരു മുസ്ലിമിന് എന്ത് ന്യായമുണ്ട്? റീൽസിൽ കാണുന്നതാണോ ലോകമെന്ന് പറയുന്നത്? അതൊന്നും ഒരു വിശ്വാസിക്ക് കരണീയമല്ല എന്ന് മനസ്സിലാക്കണം. മൂന്നാമത്തത് എന്താ? കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കാൻ പാടില്ല എന്നാ. فلا تخضعن بالقول فيطمع الذي في قلبه مرض وقلن قولا معروفا. വിശുദ്ധ ഖുർആൻ പറയാണ്, നിങ്ങൾ ഒരിക്കലും കൊഞ്ചിക്കൊഴിഞ്ഞുകൊണ്ട് നിങ്ങൾ സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങൾ പുരുഷന്മാരോട് ഒരു സ്ത്രീ കൊഞ്ചിക്കൊഴിഞ്ഞ് സംസാരിച്ചാൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾ അതാ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതാണ് സ്ത്രീ ഇങ്ങളെ സംഭവിക്കുന്നത്. എന്താ കൊലപാതകത്തേക്ക് നയിക്കാൻ കാരണം? അവർ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു എന്നാ പറയുന്നത്. അങ്ങനെ അങ്ങനെ ഒരു സ്ത്രീ ഒരു പെൺകുട്ടി ഇവന്റെ കൂടെ നേരത്തെ പോണെങ്കിൽ നല്ല വിശ്വാസമാണ്. ആ വിശ്വാസം ആർജിച്ച ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഈ കൊഞ്ചിക്കുഴക്കലും നടക്കലൊക്കെ കഴിഞ്ഞിട്ട് അവസാനത്തേക്ക് എത്തുകയാണ്. അതിലേക്ക് എത്തുമ്പോഴാണ് പല പെൺകുട്ടികളും ഇവൻ ഇതിനു വേണ്ടിയാണ് എന്നെ ഉപയോഗിച്ചതെന്ന് അപ്പളാ മനസ്സിലാക്കുന്നത്. അപ്പൊ അവള് പ്രതികരിക്കുമ്പോ ഇവന് പിടുത്തം മൂടും. അത് സ്വാഭാവികമാണ്. പിന്നെ അവരെ നയിക്കുന്നത് ശൈത്താനാണ്. ശൈത്താന്റെ പ്രത്യേകത എന്താണ്? നുഖയ്യിദു ലഹു ശൈത്വാൻ ഫഹുവ ലഹു ഖരീൻ. ഖുർആൻ പറഞ്ഞതാ, നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് മാറി സഞ്ചരിച്ചാൽ പിന്നെ നിങ്ങൾക്കൊരു ശൈത്താനെ ഞാൻ വെച്ചു തരും. പിന്നെ ആ ശൈത്താനാണ് നിങ്ങളെ ഉറ്റമിത്രമാവുക. പിന്നെ ആ കൊല്ലിപ്പിക്കുന്നതൊക്കെ എന്താണ്? പൈശാചികമായ ദുർബോധനങ്ങളാണ്. അപ്പൊ അയിക്കാ കെണിക്ക് നമ്മൾ നിന്ന് കൊടുത്താൽ പിന്നെ നമുക്ക് പിടുത്തം കിട്ടൂല. ഇത് ഒരൊക്കെ സംഭവമാണോ കേരളത്തിൽ നടന്നത്? കഴുത്തറുത്ത് കൊന്ന സംഭവം കോട്ടയത്തുണ്ടായിട്ടില്ലേ? പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവം പിന്നെ കൊല്ലത്തുണ്ടായിട്ടില്ലേ? അരയിൽ ബോംബ് വെച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിത്തെറിച്ചത് വയനാട്ടിലുണ്ടായിട്ടില്ലേ? ഞാൻ അങ്ങനെ നിന്ന് പറയണെങ്കിൽ എത്ര പറയാൻ പറ്റും? ഇല്ല, നിങ്ങൾ ബാക്കി പഴയ പത്രങ്ങൾ എടുത്തു നോക്കി. ഞാൻ എന്റെ മക്കളോടാണ് പറയുന്നത്, നിങ്ങൾ ന്യായം പറയരുത്. ന്യായം പറഞ്ഞുകൊണ്ട് ഈ ന്യായം പറഞ്ഞുകൊണ്ട് ആ തോള് പിടിച്ച് നടക്കരുത്. അത് നമുക്ക് വലിയ കെണികളാണ് ഒരുക്കുക. പിന്നെ എത്ര വലിയ ആൾക്കാരാണെങ്കിൽ സ്പർശിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല. ഇസ്ലാമിന്റെ തത്വമാണ്. എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഒരാണും പെണ്ണും തമ്മിൽ തൊടുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരു ഇരുമ്പിന്റെ ആണി നിങ്ങളെ നെറ്റിയിലേക്ക് അടിച്ചു കയറ്റുന്നതാണ് അതിലേറെ നല്ലത്. അപ്പൊ അതിന്റെ ഗൗരവം എത്ര? റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? ഇന്നി നിശ്ചയമായി ഞാന് ലാ ഉസാഫിഹു അന്നിസാ, സ്ത്രീകൾക്കൊരിക്കലും ഹസ്തദാനം ചെയ്യുകയില്ല. ഇന്ന് ഹസ്തദാനം വ്യാപകമാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ക്ലാസ്സിക്ക് ചെല്ലുമ്പോൾ ഷെയ്ക്കൻഡ് കൊടുക്കുകയാണ്. അത് വലിയ രീതിയിൽ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെന്താ കുഴപ്പം? ഞാൻ പറഞ്ഞു, ഇപ്പൊ സ്കൂളിന്റെ ഒക്കെ ചുമരിൽ ഒട്ടിച്ചിട്ടില്ലേ ബാഡ് ടച്ചും ഗുഡ് ടച്ചും? ഇതന്നെ ഇത് പറഞ്ഞു. ഓക്കെ, ബാഡ് ടച്ചും ഗുഡ് ടച്ചും എന്ന് പറഞ്ഞില്ല. അതിൽ ഗുഡ് ടച്ച് എന്ന് പറഞ്ഞാൽ ഇസ്ലാം പറയണത് എന്താ അറിയോ? അത് കല്യാണം കഴിച്ചാലേ പറ്റുള്ളൂ. അതിന്റെ മുമ്പ് ഒരു ഗുഡ് ടച്ച് ഉണ്ടാക്കി വെച്ചാൽ അത് ഗുഡ് ടച്ചിൽ നിൽക്കൂല. അത് ആണും പെണ്ണും ഒരു പ്രായപൂർത്തിയാകുന്ന ആ ആളുകളാവുമ്പോ അത് ബാഡ് ടച്ചിക്കേ പോകുള്ളൂ. അവസാനം അത് ഈ അന്ത്യത്തിലേക്ക് കലാശിക്കുള്ളൂ. അതുകൊണ്ടേ നല്ലോണം ശ്രദ്ധിക്കുക. നമ്മളെ കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ നന്നായി. അതുകൊണ്ട് രക്ഷിതാക്കളോട് ഞാൻ പറയാണ്, കുട്ടികളെ കയറൂരി വിടുന്ന സ്വഭാവം, എവിടേക്കാ പോണു എവിടുന്ന വരുന്നു നമുക്ക് നല്ലോണം ആലോചിച്ചു. അല്ലെങ്കിൽ പരിക്ക് മൗലവിമാർക്കല്ല, പള്ളി മെമ്പറുകൾക്കല്ല, ഇവിടെ ഏതെങ്കിലും മതസംഘടനകൾക്കല്ല. അങ്ങനെ ചില ആൾക്കാരെ ധാരണ. ഇതൊക്കെ പറയുമ്പോൾ കമന്റ് ബോക്സിൽ പറയും, ചീത്ത അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. നിങ്ങളെ സ്വർഗം, നിങ്ങളെ നരകം, ആ പറയുന്നവർക്കൊക്കെ പറയാം. പക്ഷെ അവസാനം നമ്മളും നമ്മളെ കുടുംബം അനുഭവിക്കേണ്ടത്.
അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.